الحمد لله ذي الجلال والإكرام جعل شعبان شهر عفو وغفران ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിലധികം ആളുകളും ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി നേരിട്ട് പണം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ അക്കൗണ്ട് വഴി പണമിടപാടുകൾ നടത്തുന്നവരാണ് നമ്മളിലധികം ആളുകളും. എന്നാൽ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ തിരിച്ചു പോരുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണ് എങ്കിൽ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ? എന്നാൽ പ്രിയമുള്ളവരെ, നാളെ പാരത്രിക ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകളും തിന്മകളും തൂക്കി നോൽക്കുന്ന ആ ഒരു സമയത്ത് നന്മയുടെ ഏടിൽ മതിയായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മതിയായത്ര കർമ്മങ്ങളില്ലാത്തതിൻ്റെ പേരിൽ സ്വർഗം നഷ്ടമാകുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ആഗ്രഹിച്ച് കൊതിച്ച് വർഷങ്ങളോളം ജീവിച്ച് നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ നമ്മൾ കൊതിച്ചത് കർമ്മങ്ങൾ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ കിട്ടാതെ മടങ്ങിപ്പോകുന്ന, അതല്ലെങ്കിൽ മടങ്ങി നരകത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ആ നാളത്തെ പാരത്രിക ലോകത്ത് കർമ്മങ്ങൾ ശേഖരിക്കാൻ, അല്ലെങ്കിൽ കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് പ്രിയമുള്ളവരെ ഈ ഭൗതിക ലോകത്തുള്ള നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ആ ആയുസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻഗാമികളും അപ്രകാരം തൻ്റെ ആയുസ്സിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയവരായിരുന്നു. കിട്ടുന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരവും ഏറെയേറെ പ്രതിഫലമുണ്ട് എന്നും ഏറെ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏതേതു ദിവസങ്ങളുണ്ടോ, മാസങ്ങളുണ്ടോ, സമയങ്ങളുണ്ടോ, അതൊക്കെ കൃത്യമായി മുൻഗാമികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ലം അറാക തസൂമു ശഹറൻ മിനശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പ്രവാചകരെ, അങ്ങ് ശഅബാൻ മാസത്തേക്കാൾ കൂടുതൽ നോമ്പെടുക്കുന്നതായി മറ്റൊരു മാസത്തിലും ഞാൻ കണ്ടിട്ടില്ല. എന്താണ് പ്രവാചകരെ അങ്ങ് ഈ മാസത്തിൽ അധികം നോമ്പെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടിയുണ്ട്, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധമാകുന്ന മാസമാണ്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അതേപോലെ തന്നെ ഈ ശഅബാൻ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ അരികിലേക്ക് അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിമുൻ. നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ആകാശലോകത്തേക്ക് ഉയർത്തുന്നതാണ്
ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ ഹദീസിൽ നിന്ന് 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യത്തിന് 3 കാര്യങ്ങളായിട്ടാണ് മറുപടി പറയുന്നത്. അതിലൊന്നാമത്തത്, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധമാകുന്ന മാസമാണ്, ആളുകൾ ഗൗനിക്കാതെ പോകുന്ന മാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂരിഭാഗം പേരും അശ്രദ്ധയിലാകുന്ന സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ. ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ എഴുന്നേറ്റ് നമസ്കരിക്ക്. ആളുകളെല്ലാം അവരുടെ സുഖനിദ്രയിലാകുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നമസ്കരിക്ക്. അതിന് വീര്യം കൂടും, അതിന് പ്രതിഫലം കൂടും എന്നതുപോലെ ജനങ്ങളെല്ലാവരും അശ്രദ്ധമാകുന്ന റജബ് പവിത്രമായ മാസമാണ്, ആളുകൾ ശ്രദ്ധിക്കും. റമളാൻ അത് പവിത്രമായ മറ്റൊരു മാസമാണ്, ആളുകൾ ശ്രദ്ധിക്കും. ഇതിനിടയിലുള്ള ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഈ മാസം അത് നീ ഇബാദത്തുകൾക്ക് വേണ്ടി നീ മാറ്റിവെക്ക്. റമളാനിൽ ഇബാദത്ത് എടുക്കുക എന്നുള്ളത് അത്രമേൽ പ്രയാസകരമായിട്ടുള്ള കാര്യമല്ല. കാരണം ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും ഇബാദത്തുകൾ കൊണ്ട് മുഴുകുന്ന, അത് ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുന്ന മാസത്തിൽ അതിൻ്റെ കൂടെ ഇബാദത്ത് എടുക്കുക എന്നുള്ളത് അത്രമേൽ പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ലോകം മുഴുവനും അശ്രദ്ധയിലാകുന്ന മാസത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളത് അതെത്രമാത്രം പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ മാസത്തിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കൽ അത് ഇഖ്ലാസിന്റെ അടയാളമാണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഈ മാസത്തിൽ നമ്മൾ ഓരോരുത്തരും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ അരികിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ മാസമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഘട്ടങ്ങളായിട്ടാണ് ഒരു അടിമയുടെ അമലുകൾ ആകാശലോകത്തേക്ക് ഉയരുന്നത്. ഒന്ന്, എല്ലാ ദിവസങ്ങളിലും ഉയരുമെന്നുള്ളതാണ്. അസറിന്റെ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. അവർ പിന്നീട് തിരിച്ചു പോകുന്നത് ഫജറിന്റെ അടുത്ത ദിവസം ഫജറിന്റെ സമയത്താണ്. ആ ഫജറിന്റെ സമയത്ത് തിരിച്ചു പോകുമ്പോൾ അടുത്ത മലക്കുകൾ ഇറങ്ങി വരുമെന്നുള്ളതാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ മലക്കുകളും ഓരോ അസറിന്റെയും മഗ്രിബിന്റെയും അസറിന്റെയും ഫജറിന്റെയും സമയത്ത് ആകാശലോകത്തേക്ക് ഉയരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കൈഫ തറക്തും ഇബാദി. അള്ളാഹുവിന് തൻ്റെ അടിമകളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവനായിരിക്കെ തന്നെ റബ്ബ് ചോദിക്കും, എൻ്റെ അടിമകൾ നിങ്ങൾ എന്നിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുകയായിരുന്നു, അവരെന്തെടുക്കുകയായിരുന്നു എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോൾ ഫയഖൂലൂൻ, മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരെ വിട്ട് നിന്റെ അരികിലേക്ക് വരുമ്പോൾ അവർ നമസ്കാരത്തിലായിരുന്നു റബ്ബേ, ഞങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോഴും അള്ളാഹുവേ അവർ നമസ്കാരത്തിലാണ് എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസവും അസറിന്റെയും ഫജറിന്റെയും സമയത്ത് നമ്മുടെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എല്ലാ ആഴ്ചയിലും ഉയരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ അഅമാലു യൗമൽ ഇത്നൈനി വൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു അടിമയുടെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയരുന്നുണ്ട്. ഫഉഹിബ്ബു അൻ യുഅറദ അമലി വ അന സായിമുൻ. ഈ ദിവസത്തിൽ ഞാൻ നോമ്പുകാരനായിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തിങ്കളും വ്യാഴവും ദിവസം നോമ്പെടുക്കൽ സുന്നത്തായിട്ട് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ ആഴ്ചയിലും നമ്മുടെ അമലുകൾ ഉയരുന്നുണ്ട്. മൂന്നാമത്തത്, വർഷത്തിൽ നമ്മുടെ അമലുകൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിൽ പഠിപ്പിച്ചിരുന്നത്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിലാണ് ഒരു അടിമയുടെ അമലുകൾ മുഴുവനും, ഒരു വർഷത്തെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയരുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പഠിപ്പിച്ചു തരുന്നുണ്ട്, 3 തരത്തിലാണ് റബ്ബിന്റെ അരികിൽ റിപ്പോർട്ട് എത്തുന്നത്. ഒന്ന്, എല്ലാ ദിവസവും അടിമയുടെ റിപ്പോർട്ട് അള്ളാഹുവിന്റെ അരികിൽ എത്തുന്നുണ്ട്. രണ്ടാമത്തത്, എല്ലാ ആഴ്ചയിലും അടിമയുടെ റിപ്പോർട്ട് അള്ളാഹുവിന്റെ അരികിൽ എത്തുന്നുണ്ട്. മൂന്നാമത്തത്, വാർഷിക റിപ്പോർട്ടാണ്. ഒരു വർഷത്തെ ഫൈനൽ റിപ്പോർട്ട് അത് അള്ളാഹുവിന്റെ അരികിൽ എത്തുന്ന മാസം
മാസത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്ന ബോധ്യത്തോടുകൂടി ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. മൂന്നാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. ഈ ദിവസം ആകാശലോകത്തേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ഈ മാസം നോമ്പുകാരനായിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. റമളാൻ കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം നോമ്പെടുത്തത് ഈ മാസത്തിലാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്മല സിയാമ ശഹ്രിൻ ഖത്തുൻ ഇല്ലാ റമളാൻ. റമളാനിലല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായി നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്തറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. ശഅബാൻ മാസത്തേക്കാൾ കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുന്ന മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല പ്രവാചകന്റെ ജീവിതത്തിൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഒരു മാസം പരിപൂർണമായി നോമ്പെടുക്കുന്നത് 29 എങ്കിൽ 29, 30 എങ്കിൽ 30, അങ്ങനെ പരിപൂർണമായി നോമ്പെടുക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് റമളാനിലാണ്. എന്നാൽ റമളാൻ കഴിഞ്ഞാൽ മറ്റു മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നത് അത് ഈ ശഅബാൻ മാസത്തിലാണ് എന്ന്. അതുകൊണ്ട് ധാരാളം സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഒരു ദിവസം നോമ്പെടുത്താലുള്ള പ്രതിഫലം അറിയുന്നവരാണ് നമ്മളെല്ലാവരും. മൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ല, അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച്, റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷത്തെ വഴിദൂരം അവനെ നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ, ഏറ്റവും അധികം സുന്നത്ത് നോമ്പുകൾ ഈ മാസത്തിലാണ് പ്രവാചകൻ എടുത്തത് എന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, അങ്ങനെ സുന്നത്തിന് അനുധാവനം ചെയ്യുന്നവരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെട്ടു, ഈ മാസത്തിൽ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കാൻ ഇഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞത്. അതിനർത്ഥം നമസ്കരിക്കണ്ട എന്നോ സ്വതക്ക കൊടുക്കണ്ട എന്നോ മറ്റു അമലുകൾ ചെയ്യണ്ട എന്നൊന്നുമല്ല. നേരെ മറിച്ച് നോമ്പിനെത്രക്കും പ്രാധാന്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ലേ, റസൂലേ, എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അമല്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമല്? വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയോട് പറഞ്ഞത് അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഈദല ലഹു ഫഇന്നഹു ലാ മിത്ല ലഹു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നീ നോമ്പെടുത്തോ, അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന്. അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമാണ് പ്രിയമുള്ളവരെ നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആകാശലോകത്തേക്ക് അമലുകൾ ഉയരുമ്പോൾ ഇത്തരം കർമ്മങ്ങളുമായി നമ്മുടെ അമലുകൾ ഉയരുന്ന രീതിയിൽ നമ്മൾ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തുക. അത്തരം സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകളാൽ റമളാനിലേക്കുള്ള പരിശീലനത്തിനും നന്മകൾ സ്വരൂപിക്കാനും കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഒരു മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഈ മാസത്തിൽ ചെയ്യേണ്ട, ഈ മാസത്തിൽ പ്രവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മൾ ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ അമിതമായി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. കാരണം ഇതുവരെ നോമ്പെടുക്കാതെ പെട്ടെന്ന് റമളാനിൻ്റെ 1 മുതൽ നോമ്പെടുക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള പല പ്രയാസങ്ങളും നമ്മളെ നേരിട്ടെന്നു വരാം, ക്ഷീണം ബാധിച്ചെന്നു വരാം. അത് നമ്മുടെ മറ്റു ആരാധനാ കർമ്മങ്ങളെ സാരമായി ബാധിക്കും. നമ്മുടെ ഖുർആനോത്തിനെ, നമ്മുടെ രാത്രി നമസ്കാരങ്ങളെ, നമ്മുടെ ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ വിശേഷതയൊക്കെ സാരമായി ബാധിക്കുന്നതിനാൽ ഇപ്പോൾ തന്നെ നമ്മൾ നോമ്പെടുത്ത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അതിന് പാകപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഷഹ്റു ശഅബാൻ ഷഹ്റുൽ ഖുർആ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ശഅബാൻ മാസം അത് വായനയുടെ മാസമാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തും നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, റമളാനിൽ 1 ഖത്മ് 2 ഖത്മ് തീർക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇതുവരെ ഖുർആൻ ഓതാതെ അന്നത്തെ ദിവസം ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ അതൊരു പക്ഷേ അതിന് ദൈർഘ്യമുണ്ടാകും
ഉണ്ടാകണമെന്നില്ല. 1-2 ദിവസം കൊണ്ട് മടുപ്പ് വന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ എത്തിപ്പെട്ടെന്ന് വരാം. അതില്ലാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഖുർആനുമായി നിരന്തരമായ ബന്ധം പുലർത്തി ഖുർആൻ പാരായണം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ഈ മാസം മുതലേ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക. അതിലുപരി ഖുർആനിന്റെ ഓരോ ഹർഫിനും പ്രതിഫലമുണ്ടെന്ന ആ ഒരു ബോധ്യത്തോടും നിയ്യത്തോടും കൂടി പാരായണം ചെയ്യുക. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ വലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പാരായണം അത് ആരെങ്കിലും വിശുദ്ധ ഖുർആൻ ഇന്നൊരു ഹർഫ് പാരായണം ചെയ്താൽ അവനൊരു നന്മയുണ്ട്. ഒരു നന്മ എന്ന് പറഞ്ഞാൽ അത് 10 മടങ്ങാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നു. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫല്ല, നേരെ മറിച്ച് അലിഫും ലാമും മീമും ഓരോരോ ഹർഫുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിരുമ്പോൾ ആ നിലക്ക് അതിൻ്റെ പുണ്യം മനസ്സിലാക്കി ഖുർആനിൻ്റെ ആളുകളായി ഖുർആനുമായി ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുക. മൂന്നാമത്തത് പാപമോചനം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അമലുകൾ ആകാശലോകത്തേക്ക് ഉയരുന്ന മാസത്തിലാണുള്ളത്. നമ്മുടെ ഇന്നലകളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പൂർണ്ണമായും പാപമുക്തരായിക്കൊണ്ട് നല്ല അമലുകൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. തൂബ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. നാളെ പാരത്രിക ലോകത്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചിട്ടുള്ള ഏടുകൾ അത് കൈപ്പറ്റുന്നവൻ, അത് കണ്ടെത്തുന്നവൻ അവന് മംഗളമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം ഇസ്തിഗ്ഫാറിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. നാലാമത്തത് മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കാൻ തടസ്സമാകുന്ന കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ ശിർക്കും മുഷാഹിനും എന്ന് പറയുന്നത്. ബഹുദൈവാരാധനയും അതേപോലെ തന്നെ വിദ്വേഷം വെച്ച് പുലർത്തുക എന്നുള്ളതും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വ്യക്തിവിദ്വേഷങ്ങൾ, അതേപോലെ തന്നെ കുടുംബത്തിലെ വഴക്കുകളും പ്രശ്നങ്ങളും അത് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ ഇടപാടുകൾ കൊണ്ടോ ആരെയും വേദനിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന ഫുലാനതൻ തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ വതഫഅലു വതസദ്ദഖു. ഒരു പെണ്ണുണ്ട് പ്രവാചകരെ, അവൾ രാത്രി ദീർഘമായി നമസ്കരിക്കുന്നുണ്ട്, പകലിൽ അവൾ നോമ്പെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്വതക്ക നിർവഹിക്കുന്നുണ്ട്. വതുദി ജീറാനഹാ ബിലിസാനിഹാ. എന്നാൽ അവൾ അവളുടെ നാവ് കൊണ്ട് തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണ്. അവളെ നാവ് കൊണ്ട് തൻ്റെ അയൽവാസിയെ അസഭ്യം പറയുന്നവളാണ്, പ്രയാസപ്പെടുത്തുന്നവളാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ഖൈറ ഫീഹാ. അവളിൽ ഒരു നന്മയുമില്ല. ഹിയ മിൻ അഹ്ലിന്നാർ. അവൾ നരകത്തിന് അവകാശിയാണ് എന്ന്. നാവ് കൊണ്ട് മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നവർ അവർക്ക് യാതൊരുവിധ നന്മയും അവളിൽ ഇല്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെയും നോവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നവരാണ്. നമ്മുടെ ഒരു എഴുത്തുകൊണ്ട്, നമ്മുടെ ഒരു സ്റ്റാറ്റസ് കൊണ്ട്, നമ്മുടെ ഒരു വീഡിയോ കൊണ്ട്, നമ്മുടെ ഒരു വ്ളോഗ് കൊണ്ട്, അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഏതേതു മേഖല കൊണ്ടോ അത് ഒരാളെയും വേദനിപ്പിക്കുന്നില്ലെന്ന്, നമ്മുടെ ഒരു മെസ്സേജും ഒരാൾക്കും നോവുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാവ് അത് നാളത്തെ സ്വർഗപ്രവേശനത്തിന് ഒരു വില്ലനായി മാറുന്ന അവസ്ഥാവിശേഷം എൻ്റെ ജീവിതത്തിലൊന്നും ഇല്ലെന്ന് ഉറപ്പിക്കാൻ കഴിയണം. അഞ്ചാമത്തത് ഖളാ വീട്ടുക എന്നുള്ളതാണ്. കഴിഞ്ഞ റമദാനിലെ നോമ്പ് ബാക്കിയുണ്ട് എങ്കിൽ അത് വീട്ടി തീർക്കേണ്ട അവസാന അവസരത്തിലാണ് നമ്മളുള്ളത്. അത് വീട്ടി തീർക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ അത് കൃത്യമായി നിർവഹിക്കുക. ഇങ്ങനെ ഈ മാസത്തെ കൃത്യമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ വിനിയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹു മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദിനാ മിനൻ നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബഗൂനാ സിഗാറ.
اللهم احفظ دولة الإمارات آمنا مطمئنة وسائر بلاد المسلمين. اللهم وفق رئيس الدولة ونوابه وحكام العمارات لما تحبه وترضاه. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى دارك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. عباد الله اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم وأقيموا الصلاة.